എന്തെടുക്കുക? മല്ലി പാറ്റുന്നു. എന്തിനാണ് ഇന്നത്തെ പ്രത്യേകത? ആട്ട് സൂപ്പ്. അതെ, നമ്മളിന്നൊരു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കുകയാണ്. സൂപ്പ് കുടിക്കുന്നത് കർക്കിടക മാസത്തിലൊക്കെ എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിലല്ലേ എല്ലാവരും മരിക്കുന്നത്? അല്ലേ, എല്ലാരും മരിക്കുന്നൊന്നുമില്ല. മരണസംഖ്യ കൂടുതലുള്ള മാസമാണ്. അങ്ങനെയൊന്നുമില്ല. കർക്കിടകത്തിന് അങ്ങനെയല്ല. വാവ് അടക്കം മരിച്ചോന്നല്ല, അവർക്ക് പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്ന നാളാണ്, ബലിയിടുന്ന നാളാണ് കർക്കിടക മാസം. മരിക്കുന്നത് കർക്കിടകത്തിലല്ല, ഏത് നിമിഷവും മരിക്കാം. അങ്ങനെ എന്തോ ഞാൻ അത് കേട്ടിട്ടുണ്ട് കേട്ടോ. വാവില് സൂപ്പ് കുടിക്കുന്നു. കർക്കിടകത്തിലാണ് സൂപ്പ് കുടിക്കുന്നത്. ആര് പറഞ്ഞു? കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കും, സൂപ്പ് കുടിക്കും. അത് അങ്ങനൊരു തത്വം ഞാനും കേട്ടിട്ടില്ല. കർക്കിടകത്തിൽ സൂപ്പ് കുടിക്കുന്ന അച്ഛൻ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ആട്ടു സൂപ്പ് ഏറ്റവും നല്ല സാധനമാണ്. അതായത് ഹാർട്ടിന്റെ ബുദ്ധിശക്തി വളരാൻ എല്ലാത്തിനും നല്ലതാണ് ഈ ആട്ടിൻ സൂപ്പ്. അതെ, നമ്മുടെ എല്ലാവരുമായിട്ടുള്ള ഒരു ബോണ്ട് വളരാനും സഹായിക്കും. എല്ലിന് അങ്ങനെ എന്തൊക്കെ ഗുണങ്ങളും എല്ലാത്തിനും. എന്തായാലും വെളുപ്പാങ്കാലത്ത് പോയി അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ എന്തായാലും ഇത്തിരി നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷെ എനിക്ക് തിരക്കായോണ്ട് പറ്റിയില്ല. മരുന്നെല്ലാം അല്ലേ? മരുന്നൊക്കെ ഇടുവോ? പാരസെറ്റമോൾ നിനക്ക് കഴിക്കാനുള്ളേ മരുന്നെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ പോയി മേടിച്ചോണ്ട് വരാന്ന്. മെഡിസിൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഇനിയിപ്പം ഇതൊക്കെ തിന്നാം. കഴിച്ച് നല്ല ഡാൻസ് കളിക്കണം. അത് ഊരി ഇപ്പൊ കളിക്കാൻ തരാം. അപ്പൊ എന്തിനാ ചെയ്യുന്ന ഫസ്റ്റ്? ഇത് ആടിനെ മേടിച്ചാ? ആട്ടിനൊക്കെ മേടിച്ചു, കണ്ടില്ലേ ഇത്? ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലെ ഫുള്ളല്ലേ, അതിന് തലയോ ഞാനും കണ്ടു. തലയൊക്കെ ഉണ്ട്, തല, നെഞ്ച്, അത് അവർക്കറിയാം. സൂപ്പിന് സാധനം എല്ലാം ഇടുന്നല്ലേ? എല്ലാം കൂടുതൽ. തലച്ചോറല്ല, പൊതിച്ചോറാ. തലച്ചോറ് ഉണ്ടായിരുന്നു, ഇനി ഇട്ടോ ഇല്ലെന്ന് അറിയില്ല, ഞാൻ കണ്ടില്ല. പക്ഷെ തലച്ചോറുണ്ടാക്കി നിനക്ക് പൊരിച്ചു തരാം, നല്ലതാ. അതൊക്കെ തിന്നൂല്ലേ? പിന്നെ ബുദ്ധി ഉണ്ടാവട്ടെ. പിന്നെ എന്നാ നിങ്ങൾ കുറച്ച് തിന്നാ മതി. തലച്ചോറ് കഴിച്ച ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മകളെല്ലാം തലച്ചോറ് ഇരിക്കില്ല, ഈ തലച്ചോറ് ഇല്ല. ബാ, നമുക്കിനി ഉണ്ടാക്കാം. സമയം കളയണ്ട. സമയം ഏതാണ്ട് 2-3 മണിയായിട്ടോ. ഇത് എത്ര മണിക്കൂർ എടുക്കും നമ്മൾ? ഇത് സമയം എടുക്കും കേട്ടോ. സമയം എടുത്ത് ചെയ്യാനുള്ള സാധനം. ഓക്കെ. കൈ തട്ടരുത്. നീ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ അടുത്ത് വരുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങള്, ഞാനല്ല, നീയും നിങ്ങളും കെയർഫുൾ ആയിരിക്കണം. ആടിന്റെ വട്ടയിലൊക്കെ പൊതിഞ്ഞ് വെച്ചു കേട്ടോ. തട്ടിക്കേ. ഓ, കാല് ഞാൻ വെട്ടമുള്ളതാ. കാല് കണ്ണൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ഇത് ഞാൻ ആട്ടിന്റെ ആണെന്ന് കാണിക്കാൻ കാലെടുത്തിട്ടതാ. ഓ, പല്ലും ഉണ്ട്. ആടിന്റെ ഒരു സെറ്റ് പല്ലും കിട്ടി കേട്ടോ, അത് കിട്ടും. ഓക്കെ, ഇപ്പം ഇതാണ് ഐറ്റം. ഇതൊന്ന് നല്ലോണക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി എടുത്ത് എല്ലൊക്കെ മുറിക്കണ്ടേ ചേ? എല്ലൊക്കെ മുറിച്ച് കട്ട് ചെയ്തെടുത്ത് കഴുകി സെറ്റാക്കിയിട്ട് നമുക്ക് സൂപ്പ് റെഡിയാക്കാം സുഹൃത്തുക്കളെ. അച്ഛാ ഒന്നുകൂടെ ഈ ആട് കരയുന്ന സൗണ്ട് ഒന്നുകൂടെ ഒന്ന് ഇട്ടാക്കി. അതേതാ അങ്ങനെ പട്ടി വന്ന്. എനിക്ക് മറ്റേ ചെറിയ ആടിന്റെ സൗണ്ട് അറിയാം. മണിക്കുട്ടിയാട്. മണിക്കുട്ടിയാട് ഇനി കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള, കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ആട്. വലിയ ആട്. അങ്ങനെ കരയാട്. ആടിന് പല വേരിയേഷൻ ഉണ്ട്. അച്ഛൻ കൂവും. അച്ഛൻ മറ്റേ കഴുത്തൂരിങ്ങിട്ട് ആട് ചാവാ കിടക്കല്ലേ. ഇത് നോർമൽ ആടിന്റെ സൗണ്ട്. നോർമൽ ആട്, സാധാ ആട് കരയുന്ന സൗണ്ട്. ബായോ, ഇതെന്തിന് യേശുദാസിന് പിടി. ഇത് ആണാടാണോ പെണ്ണാടാണോ അച്ഛാ? അച്ഛൻ കണ്ടായിരുന്നോ? മറ്റേ അതിന്റെ ഇത് എല്ലിട്ട് കിട്ടത്തില്ലേ? ചെവി ആണാടിന്റെ ആണ്, നല്ല ഇറക്കം വരും.
അത് മറ്റേ ചെമ്മരിയാടാ അത്. അല്ല അങ്ങനെ മറ്റേ കുഞ്ചാക്കോന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ജമുന പ്യാരി ആട്, ചെവി നീണ്ടത്. അത് ശരിയാണല്ലോ. എന്തിനാണ് പൊടിക്കുന്നത് നമ്മൾ ആദ്യം? ജീരകം. എന്തിനാ ചിരിക്കുന്ന? ഒന്നുമില്ല, ജീരകം വന്ന്. അതിനെന്തിനാ ചിരിക്കുന്ന? ഇത് ഫുള്ള് അങ്ങാടി മരുന്നാണ് കേട്ടോ. ഒരുപാട് പൊടിക്കൊന്നും വേണ്ട, ചെറുതായിട്ട് പൊടിഞ്ഞാൽ മതി, ചതച്ചാൽ മതി. ചതച്ചാൽ ഇത് പെരിഞ്ജീരകം, ചെറുജീരകം. ഇത് ജീരകം സാധാ. മറ്റേ പെരിഞ്ജീരകം ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. എല്ലാം ഇടിക്കല്ലിട്ട് ഇടിച്ചാണ് കേട്ടോ എടുക്കുന്നത്. എന്നാലേ ആ ഒരു അങ്ങാടി മരുന്നിൻ്റെ ഒരു ഇതെടുത്തുള്ളൂ. നാച്ചുറലാ. ഈ ഇരിക്കുന്ന സാധനം എല്ലാം ഇടിച്ച് പൊടിക്കണം കേട്ടോ. നമ്മൾ മൂപ്പിച്ചതാണ് ഭംഗിയായിട്ട്. ജീരകം എല്ലാം മൂപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പൊടിയും. ജീരകമുണ്ട്, പെരിഞ്ജീരകം, മല്ലി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, പിന്നെ നല്ല ലീവ്സ്. അതിന് നമ്മൾ എങ്ങനെയാണ് ഇത് ആദ്യം പ്രിപ്പയറിങ്? ഇറച്ചി ഇടണം. ഫസ്റ്റ് ഇറച്ചി, മട്ടൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ. ചട്ടിയല്ല, കുടമല്ല, കലം. നമ്മൾ മൺകലത്തിലാണ് കേട്ടോ വെക്കുന്നത്. മൺകലത്തിൽ വെക്കുന്ന എന്തെങ്കിലും പ്രത്യേകത? മംഗലത്തിലാണ് വെക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇഷ്ടമുള്ള പാത്രത്തിൽ വെക്കാം, ഓപ്ഷനിലാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു നാച്ചുറൽ കിട്ടും. ഒരെല്ലാം ഇറങ്ങി ഓടി. ഇതെല്ലാം അങ്ങ് ഒരുമിച്ചിടുമല്ലേ? ഒരുമിച്ചിടുക, വേറെ ഇനി സെപ്പറേറ്റ് ഇനി ഒന്നും ചെയ്യത്തില്ല. ഒന്നുമില്ല. ഓക്കെ. കുരുമുളക്, ഇത് കുരുമുളക് പൊടി, പൊടിയല്ല ചതച്ചതാണ്. മല്ലി, മല്ലി പൊടിച്ചത്, പച്ചമല്ലിയാണ് കേട്ടോ. പച്ചമല്ലി ഉണക്കി പിടിച്ചത്. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ജീരകം, ഇത് പെരുംജീരകം, ഇഞ്ചി ചതച്ചത്, പട്ട, ഗ്രാമ്പു. ഇനി ഇത് ഏലക്ക ഒരു 4 എണ്ണമാണ് കേട്ടോ. 5 ഉണ്ട്. 5 3 പച്ചമുളക്, കീറണ്ട. വെളുത്തുള്ളി ചതച്ചത് മൊത്തത്തിൽ ഇടണം. മൊത്തത്തിൽ ഇടുക. കറിവേപ്പില, ബേ ലീഫ്. ഇനി നമുക്ക് നോക്കിയിട്ടിടാം. ഇനി ഇത്ര ഉള്ളതല്ലേ? ഒന്ന് ഇളക്കണം നൈസ്. മിക്സി. അമ്മയൊക്കെ ഇതൊന്നും ആരും കാണാതെ അടുക്കള കൊണ്ടുവച്ച ഉണ്ടാക്കുന്നത്. ഈ മരുന്നുണ്ടാക്കുമ്പോ ആരും കാണിക്കത്തില്ല. അങ്ങനെ കൊണ്ടോ? പിന്നെ പോമാ മാറി ചുമ്മാ അങ്ങ് കള്ളത്തരം അടിച്ചങ്ങ് വിടുക കേട്ടോ. ആണോ? കുറച്ച് വെള്ളം കേട്ടോ. ഒരു തൊട്ടി വെള്ളം വേണോ വെച്ചാ? പിന്നെ വെള്ളം തോന്നെ വേണം. ഇത് വെള്ളം വെന്ത് വറ്റി വരണം. 3-4 മണിക്കൂർ വെള്ളമാണ് ഇതിന്റെ മെയിൻ. ഒത്തിരി വെള്ളം ഒഴിക്കണം. ഇത് നമുക്ക് എത്ര ദിവസം വരെ ഇരിക്കും? ഇത് നമുക്ക് തോന്നെ ദിവസം ഇരിക്കും. രാവിലെയും വൈകിട്ടും എടുത്ത് ചൂടാക്കണം. ചൂടാക്കിയിട്ട് കുടിക്കണം. ഇത് യഥാർത്ഥത്തിൽ കുടിക്കുന്നത് ആഹാരം കഴിച്ചിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചുകൂടാ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിന് മറ്റേ മെഡിസിൻ പോലെ. മെഡിസിനാണ്. വൈദ്യരാട്ടോ ഇത്. വൈദ്യരൊന്നുമല്ല, ഇന്ന് വൈദ്യര. ഇത് പഴമക്കാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരങ്ങനെ പറയുന്നത് വൈദ്യര. അങ്ങാടി. വീണ്ടും അരത്തൊട്ടി വെള്ളം കൂടെ. എന്തിനാണെന്നറിയാവോ? എന്തിനാ? ഇതിന്റെ മരുന്നിന്റെ ആവിയെല്ലാം പുറത്തു പോകാതിരിക്കും. പുറത്ത് പോകത്തുമില്ല. ഇല പിന്നെ സ്റ്റീലിന്റെ കട്ടിയാണല്ലോ ഇലക്ക്. വാവട്ടം കെട്ടി അങ്ങനെ പോകൂല. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു ശകലം ഒരു ഓട്ട ഇട്ട് കൊടുക്കാം. അന്നേരം പോട്ട് മെനങ്ങാതെ ഞാൻ ശ്രീധുവിന്റെ അടുത്ത് ചോദിച്ച്
ശ്രീധുവിന്റെ അടുത്ത് പോയിട്ട് പിന്നെ മാമന് ഈ താടി ഇങ്ങനെ കിടിച്ചു വരുന്നു. അയ്യോ ആ കോമഡി അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു എത്ര വട്ടം പറഞ്ഞെന്നറിയോ അങ്ങ് പറ 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 അല്ല പറ അല്ല അമ്മ പറ. അളിയനെ പ്രൊമോട്ട് ചെയ്യുക പറ. ആ കോമഡി പ്രൊമോട്ട് ചെയ്യുക പറയൂ. അതിനി പറയുന്നില്ല. പറ അമ്മ പറ. ഇല്ല കുഴപ്പമില്ല പറ. അതിന്റെ ഇതങ്ങ് പോയി പറഞ്ഞോ ഇനി അതൊക്കെ പറ. അച്ഛന് താടി വളരായിരിക്കും എന്ത് ചെയ്യണോ? ഞാൻ പറഞ്ഞു എന്തൊരു വേണമെന്ന് മാറ്റിപ്പിടി. അപ്പൊ അവൻ പറയുന്നല്ലേ മാമി ഒരു കാര്യം ചെയ്താൽ മതി, തീ ഇട്ടാ മതി എന്ന്, പിന്നെ വളരത്തില്ലെന്ന്. എനിക്കത് ഓർത്തോളൂ. ഞാൻ കൊറേ വട്ടം പറഞ്ഞു കൊടുക്കുന്നു. കോമഡി പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ. അതിനിത് നമുക്ക് ചട്ടിക്കകത്തോട്ട് വെക്കാം. ഷേ ഇത് കലത്തില് അടുപ്പില് എന്തൊക്കെ ഞാൻ പറയുന്നത്. അച്ഛല്ല പണ്ടില്ല ഫയർ ഡാൻസ് കളിക്കൂലായിരുന്നു അച്ഛൻ. ഇല്ല വായിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതി വിടില്ലായിരുന്നു. അതുപോലെ ഒന്ന് ചെയ്യാവോ? എനിക്ക് അല്ല കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഉള്ള ഒരു ഹരവും വേണ്ട. ഇച്ചിരി കാണിക്കുക വെച്ചത്. അത് ഞാൻ പെട്ടെന്ന് അത് ഓർത്ത് അച്ഛൻ പണ്ട് ചെയ്യായിരുന്നു. ഇങ്ങനെ ബോഡിയിലൊക്കെ വെച്ച് ഇങ്ങനെ പന്തൊക്കെ വെച്ച് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ രോമമൊക്കെ കരിക്കുമായിരുന്നു. ഫയർ ഡാൻസ് കളിക്കുമായിരുന്നു. ആളെ ഊതിയിട്ടുണ്ടോ? ഇല്ല. ഇച്ചിരി ഊതാവോ? ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നേ കൊണ്ടല്ലോ അതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അളിയന്റെ കാര്യം പറഞ്ഞേ. അത് തറ ഇടല്ലേ കേട്ടാ. കുടാമുതടി കുടാമുതടി കുടാത്തി പെണ്ണേ. അപ്പൊ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 6-7 മണിക്കൂർ എടുക്കണ്ടേ? 5 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ട്. ഇനി എന്തിനാ? ഇനി ഒന്നുമില്ല. കടുവ കിടുവോ? ഓ ഓ ഓ ഓ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം നിന്റെ അച്ഛന് പറഞ്ഞു കൊടുത്തു നേരത്തെ. എല്ലാം നോക്കുന്നു. ഇത് ആരെ ഐഡിയ ആണിത്? അച്ഛന്റെ ഐഡിയ. എന്റെ ഐഡിയ. പിന്നെ അത് ഇന്നതിന് വേണമെങ്കിൽ ഇച്ചിരിയൊക്കെ ഞാൻ പറയും. അത് ചിലപ്പോ ഇഷ്ടമുണ്ടെങ്കിൽ ഇതിന്റെ അച്ഛൻ കേൾക്കും, ചിലപ്പോ അത് ഇടത്തില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കൃഷിയൊക്കെ കാണാം. അമ്മ നമ്മള് നട്ട ഇതൊക്കെ എന്ത് ചെയ്യുമ്മ? ഓ ഈ പൂവൊക്കെ പിടിച്ചു കേട്ടോ. നല്ല ഭംഗിയമ്മ പൂ. നല്ല ഭംഗി. അല്ല കാര്യമായിട്ട് പറഞ്ഞ എനിക്ക് ഇച്ചിരി ബുദ്ധി കുറവാണെങ്കിൽ ആക്കുന്നതും മനസ്സിലാവും. ഇല്ല അന്ന് നട്ടതൊക്കെ പിടിച്ച കൊണ്ട് നട്ടതൊക്കെ ചാമ്പ നമുക്ക് നോക്കിട്ട് വരാം കേട്ടോ. എനിക്കൊന്നും അതിലൊക്കെ കായ ആയിട്ടുണ്ട്. പിന്നെ എത്ര നാളായി നട്ടിട്ട്? ഇതെന്തോ വളർന്നില്ലേ? ഇതെന്തോ അപ്പുറത്ത് കിടക്കുന്നമ്മേ. ചാമ്പ വെള്ളം അടിച്ച് വാള് വെച്ച ഈ സാധനം ഇത്ര ആയതുള്ളൂ കേട്ടോ. ഇതൊന്നും വളർന്നിട്ടില്ല. പാഴ് ഇല്ല, വലിയ ചാമ്പ, ആപ്പിൾ ചാമ്പ ഇല്ല അതുപോലത്തെ ആയിരുന്നു. വളരെ ബീഫ്. ഓ ബീഫ് ഉണ്ടല്ലേ? ഓ ഇന്ന് ബീഫൊക്കെ മേടിച്ചായിരുന്നു അമ്മ. ബീഫും മട്ടനും കൂടെ അല്ലേ മേടിച്ചത്? ഓ രണ്ടും മേടിച്ചായിരുന്നു കേട്ടോ. അമ്മ ബീഫ് കറി ആക്കിയിട്ടുണ്ട്. ബീഫുണ്ട്, ചീനിയുണ്ട്, പയറ്, അച്ചാറ്. എന്റെ വലതില്ല. അമ്മ തിന്നും. അമ്മയ്ക്ക് എനിക്കും കൂടെ ഒരുമിച്ചാട്ടോ എടുക്കുന്നത്. അങ്ങോട്ടോ ചെറ്റയോ കഴിച്ചിട്ട് വരാമേ. ഹേ ഗൈസ്, നീണ്ട ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ സൂപ്പ് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒത്തിരി നേരം വെച്ച് കേട്ടോ. എത്ര മണിക്കൂർ ഇരുന്നച്ചാ? 3-4 മണിക്കൂറായി. 3-4 അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പഴാ തീ കിട്ടത്. ലൈറ്റ് തീലിഞ്ഞ കിടന്ന് സൈസായി. സംഭവം എന്തായാലും ഇളക്കാനായിട്ട് സംഭവം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കലങ്ങുന്നുണ്ട്. ഇനി എടുത്തോ. കറി കണക്കായാലേ? കറിയല്ല, വെള്ളം നല്ല ഇതുണ്ട്. കടുവിനകത്ത് 5 രൂപ തൊട്ടിട്ട പൈസക്ക് ബുദ്ധിമുട്ടുണ്ട്. കടുവിനകത്ത് 5 രൂപ തൊട്ടിട്ടിട്ടുണ്ട്. അയ്യേ ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്ന അമ്മയ്ക്ക്? ഇപ്പോഴും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ നാളെ തൊട്ട് ചിക്കൻ കറി തിന്നുമ്പോ സൂക്ഷിക്കണം കേട്ടോ. 5 രൂപ തൊട്ട് തൊണ്ടായിരിക്കും. തൊണ്ടായിരിക്കും. ഇനി അടുത്ത സർജറിക്ക് വയ്യായിരിക്കും. നിങ്ങൾ ആ പൈസ ഒക്കെ എടുത്ത് മാറ്റിയമ്മ. ഇനി എന്തിനാണ് ചെയ്യാൻ പോണ നമ്മള്?
കടുക് വറുത്തൊഴിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ സിമ്പിൾ ആണെങ്കിലും ഒത്തിരി സമയം എടുക്കും. പക്ഷെ നമ്മള് ഗ്യാസിലായിരുന്നെങ്കിൽ എന്തിനാ ഗ്യാസ് മൊത്തം തീർന്നേനല്ലോ അല്ലേ? അതൊരു ലൈറ്റ് തീര് അടുപ്പിലാണ് ഏറ്റവും നല്ലത്. അത് മംഗലവും അടുപ്പും സെറ്റാണ്. ഓക്കെ, ഇനി എന്താ? നെയ് കത്തിക്ക് അളേ, കത്തിക്കളയാ. ഓക്കെ, ഫയർ ഇട്. പൈസ ഇല്ലെന്ന് നോക്കണേ. ഉള്ളി, കുഞ്ഞുള്ളി. കൂടെ അടിയാ ഇവിടെ. ചുമ്മാതല്ലേ ഞാൻ ഇത്രയും ബുദ്ധി എവിടുന്നതൊന്നും ശ്രീകുരിയും. ഇവരങ്ങ് ചേരുമ്പടി കേട്ടോ രണ്ടും. അമ്മക്ക് ചെസ് കളിക്കാൻ പറ്റുമോ? ചെസ് കളിച്ച് തോപ്പിക്കാൻ പറ്റുമോ അമ്മയെ? അമ്മക്ക് ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങളെല്ലാരും വിചാരിക്കും അമ്മയ്ക്ക് ബുദ്ധിയില്ലത്. ചെസ് കളിച്ച് അമ്മയെ തോപ്പിക്കാൻ പറ്റത്തില്ല. എവിടെ ഇരിക്കുന്ന ബോർഡ് ഉണ്ടോ? ആ, എന്നാ ഞാനും അമ്മയും കൂടെ കളിക്കാം ചെസ്. ഓക്കെ, തട്ടിക്കോ. നല്ല മണം കേട്ടോ, ആ മല്ലീന്റെയും കുരുമുളകിന്റെ ഒക്കെ. പീസ് ഉണ്ടോ? ലെഗ് പീസ്, ലെഗ് ഉണ്ട്. അതുകൊണ്ട് നടന്ന കാലുണ്ടായിരുന്നല്ലേ അയ്യോ, അടിപൊളി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആട്ടിൻ സൂപ്പ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. 2 ബൗളായിട്ട് എടുത്തു കേട്ടോ. ഇത്രയൊന്നും ഞാൻ കുടിക്കത്തില്ല, ഒരു കുറച്ചൊക്കെ കുടിക്കത്തുള്ളൂ. മൊത്തം കുടിക്കണം. ചലഞ്ചാണോ? ഇതെന്ത് ടേസ്റ്റ് പറയേണ്ടത്? ഇതിന് എന്ത് ടേസ്റ്റാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കടയിൽ നിന്ന് കുടിക്കുന്ന സൂപ്പ് ഇങ്ങനെയാണോ? മട്ടൻ സൂപ്പ്. കടയിൽ ഞാൻ മട്ടൻ സൂപ്പ് കുടിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഫ്ലേവർ എന്തോന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാ. ഒരു ലാസ്റ്റ് ഒരു എരിവുണ്ട്. ഒരു മുന്നേ നിൽക്കുന്ന ഫ്ലേവർ ഏതാ? ഒന്നുകൂടെ കൺഫ്യൂഷൻ ആവുന്നത് എന്തോ ടേസ്റ്റ് ഒന്ന്. കുടിച്ചിട്ടേ മുന്നേ നിൽക്കുന്നത് നോക്കിയേ. ആ മല്ലിയുടെ സംഭവം നല്ല കണക്ക് വരുന്നുണ്ട്. മല്ലി കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എരിയുണ്ട്. ടേസ്റ്റ് നോക്കിട്ടെ ഫ്രണ്ടിരിക്കുന്ന ടേസ്റ്റ്. ഇത് സംഭവം എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ടേസ്റ്റ് ആട്ടോ. ഇത് ഏതിന്റെ ടേസ്റ്റ് ഫസ്റ്റ് ഇരിക്കുന്നതിന് കൺഫ്യൂഷൻ ആവുന്നു. ഇത് ആടിന്റെ കാലാണ് കേട്ടോ. ഇതിനകത്ത് ഇറച്ചിയെല്ലാം പോയിട്ടുണ്ട്, നെയ്യ് മാത്രമേ ഉള്ളൂ. പല സാധനങ്ങളല്ലേ കുടിച്ചിട്ട് തറ വെക്കുമ്പോഴേ ഒരു രസത്തിന്റെ ഒരു സംഭവം വരും. ഇത് എന്തിന്റെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മള് കറക്റ്റ് ഇല്ല നോമ്പ് തന്നെ അടിക്കുമല്ലേ, അതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എനിക്കൊന്നും അതിനകത്തൊരു സാധനം എന്താണെന്നറിയോ? ജീരകം ഉണ്ടല്ലോ, ജീരകം. അതിന്റെ ജീരകം നമ്മള് നോമ്പ് കഞ്ഞിക്കകത്ത് ജീരകം ചേർക്കുന്നു. ഇനി പ്രധാനമായിട്ട് ഇതിന്റെ വെള്ളം ഉണ്ടോ കുടിക്കേണ്ട. പീസിന് ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അത് കാര്യം ഈ പീസിനകത്ത് എല്ലാ സാധനവും അതിനകത്ത് ഇറങ്ങും. അടിപൊളിയല്ലേ? എരിവുണ്ട് നല്ല അത്യാവശ്യം. അപ്പൊ ഈ സൂപ്പ് ഇടുമ്പോഴത്തേന് ഈ എല്ലും പീസും ഒന്നും അങ്ങനെ എടുക്കത്തില്ല. ഇത് ലാസ്റ്റ് എടുക്കത്തുള്ളൂ അല്ലേ? നമ്മൾ ജസ്റ്റ് ആ വെള്ളം മാത്രം എടുത്ത് കഴിക്കത്തേ ഉള്ളൂ. പക്ഷെ എന്തായാലും കിടലം ഐറ്റം തന്നെ ആയിരുന്നു. അങ്ങാടി വരുന്ന എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് കൈ തരാനില്ല, എല്ലാവരുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് റെഡി ആവണം, അത്രേ ഉള്ളൂ. ശക്തി വരെ. എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്? സൂപ്പർ, അടിപൊളി. എപ്പോഴും ഔട്ടർ എടുക്കുമ്പോൾ അളിയന് കിട്ടത്തില്ല. ഒന്നെങ്കിൽ എന്റെ തലയുടെ ബാക്കിൽ, അല്ലെങ്കിൽ അച്ഛന്റെ തലേന്റെ ബാക്കിൽ. ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. നല്ല കിടക്കാച്ച സാധനം തന്നെ ആയിരുന്നു. ഇനി കുറെ ഇരിപ്പുണ്ട് ബാക്കി. ഇനി 3-4 ദിവസമായിട്ട് മൊത്തത്തിൽ കുടിച്ച് തീർക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ എന്തായാലും അത് കഴിക്കണം, രാവിലെ രാത്രിയൊക്കെ ആയിട്ട്. ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആണെന്ന് പറയും. ബൈ.